വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും നടത്തി. അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ആവശ്യപ്പെട്ടായിരുന്നു സമരം. This news sponsored by Bobby Chemanur International Jewelers. കർഷക തൊഴിലാളികളുടെ അതിവർഷാനുകൂല്യം കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക, കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ BMS പ്രതിനിധിയെ ഉൾപ്പെടുത്തുക, കർഷക തൊഴിലാളികളെ ESI പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക തൊഴിലാളി സംഘം BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. 2018 ശേഷം ആ അടച്ച ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടച്ച പൈസയുടെ ആനുകൂല്യം ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ക്ഷേമനിധി ബോർഡ് പോകുന്നത്. എങ്ങനെയാണ് ക്ഷേമനിധി ബോർഡിനെ പരിഷ്കരിച്ചുകൊണ്ട് കാലാകാലമായിട്ടുള്ള ആനുകൂല്യങ്ങൾ മാറ്റം വരുത്തണ്ടേ? എന്താണ് ആനുകൂല്യമുള്ളത്? 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പോകുന്ന സമയത്ത് ആ തൊഴിലാളിയോട് പറയുന്നു, നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരത്തിന്റെ കോപ്പി വേണം, അത് നികുതി അടച്ച കോപ്പി വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ വരുമാനത്തിന്റെ സ്രോതസ് വേണം. ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. BMS ജില്ലാ ഭാരവാഹികളായ P ദിനേശ്, കൃഷ്ണൻ കേളോത്ത്, സുനിൽ വാഴക്കോട്, ഗുരുദാസ് മധൂർ, അനിൽ B നായർ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് ദേളി സ്വാഗതവും ട്രഷറർ N നാരായണൻ വാഴക്കോട് നന്ദിയും പറഞ്ഞു. പുതിയകോട്ടയിലെ BMS ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിന് യൂണിയൻ ഭാരവാഹികളായ ആനന്ദ ബോവിക്കാനം, തങ്കച്ചൻ പാണത്തൂർ, സദൻ വട്ടത്തൂർ, സുലോചന കോട്ടപ്പാറ, വിജയകുമാരി കല്യാണം, ഭാസ്കരൻ ചെമ്പിലോട്ട്, ഭാസ്കരൻ പൊയ്നാച്ചി, വിനോദ് അണിഞ്ഞ, ഭാസ്കരൻ മുള്ളേരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.